തൃശൂരിൽ ഫോം റെയിൻ. അമ്മാടം കൊടന്നൂർ മേഖലകളിലാണ് പദമഴ പെയ്തത്. 24 ബ്രേക്കിംഗ്. സൂരജ് സജ്ജിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം തൃശ്ശൂരിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതിനിടയിലാണ് ഈ അമ്മാടം കോടന്നൂർ മേഖലകളിൽ ഈ മഴയോടൊപ്പം പത കൂടി ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല. കുട്ടികളാകട്ടെ ഈ പത കണ്ടതോടുകൂടി അത് വാരിയെടുത്ത് കളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ രക്ഷിതാക്കൾ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കി. ഇതിനുശേഷം ഈ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് കാലാവസ്ഥാ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇത്തരം പ്രതിഭാസം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് തരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകാറുള്ളത്. ഒന്ന്, ഈ മരങ്ങളിൽ ഈ കാലാവസ്ഥാ മാറ്റം മൂലം തന്നെ ഒരു സോപ്പിന്റെ അംശം പോലെ രൂപപ്പെടും. ആ സമയത്ത് ഈ മഴ പെയ്യുന്ന വെള്ളം, മഴയായി പെയ്തിറങ്ങുന്ന വെള്ളം ഈ മരത്തിന്റെ ഇലകളിൽ പതിക്കുന്നതോടുകൂടി അത് ഈ പതയായി രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വായുവിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വായു ഏതെങ്കിലും തരത്തിൽ മലിനപ്പെട്ടാൽ ആ മഴ പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയും ഈ വായുവും തമ്മിലുണ്ടാകുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഭാഗമായും ഇത്തരത്തിൽ പത രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ആളുകളെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ ഒരു കൗതുക കാഴ്ചയായി മാറി. അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായിരുന്നത്. തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ ഈ ആലിപ്പഴമടക്കം വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.